So first problem, solve the following problems using Ferrari's method. The first one, x raised to 4 plus 4x minus 1 equal to 0. X raised to 4 plus 4x minus 1 equal to 0. Ferrari's method ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എക്സ് ഇതിൽ ഈ പ്രോബ്ലം കുറച്ചുകൂടി ഈസി എന്ന് പറയാൻ കാരണം ഇതിൽ എക്സ് ക്യൂബ് ടേമും എക്സ് സ്ക്വയർ ടേമും ഇല്ല. എക്സ് ക്യൂബ് ടേമും എക്സ് സ്ക്വയർ ടേമും ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുക. അപ്പോൾ ഇതിൽ എക്സ് ക്യൂബ് ടേം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സ് റേസ് ടു 4 ടേമും എക്സ് ക്യൂബ് ടേമും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ബാക്കിയുള്ള ടേം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. സോ എക്സ് റേസ് ടു 4 ഇസ് ഈക്വൽ ടു 1 മൈനസ് 4x. നൗ ഇനി ചെയ്യേണ്ടത് ഇവിടെ ഇതിൻ്റെ റൈറ്റ് സൈഡും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. റൈറ്റ് സൈഡ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. പക്ഷെ റൈറ്റ് ഹാൻഡ് സൈഡ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് ടേംസ് ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു ടേം y ആഡ് ചെയ്യണം. പ്ലസ് y ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് 4x. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് ഡയറക്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്തത് ഇവിടെ എക്സ് റേസ് ടു 4 മാത്രമായിരുന്നു ഉള്ളത്. എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അപ്പോൾ ആ ബി സ്ക്വയർ എന്നുള്ള ടേമും 2ab എന്നുള്ള ടേമും റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യണം. സോ ബി സ്ക്വയർ ഈസ് വൈ സ്ക്വയർ 2ab 2x സ്ക്വയർ y. സോ ഇനി നമ്മൾ എഴുതേണ്ടത് ഇതിൻ്റെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു 2y മൈനസ് 4x പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് കോൺസ്റ്റൻറ്റ് ആ രീതിയിൽ റൈറ്റ് ഹാൻഡ് സൈഡ് എഴുതണം. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ if b square minus 4ac equal to 0 or b square equal to 4ac, which implies ഇതിൻ്റെ b square എന്ന് പറഞ്ഞാൽ minus 4 all square minus 4 into 2y into y square plus 1 equal to 0. So minus 4 all square is equal to 16 minus 8y into y square 8y cube minus 8y into 1 minus 8y is equal to 0, which is equal implies നമുക്ക് ഇതിൽ നിന്ന് കോമൺ ടേം ആയിട്ടുള്ള മൈനസ് വൈ ക്യൂബ് ഫസ്റ്റ് എഴുതാൻ പാകത്തിന് മൈനസ് 8 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. സോ ദിസ് ബിക്കംസ് വൈ ക്യൂബ് പ്ലസ് വൈ മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ നമുക്കൊരു ക്യൂബിക് എക്സ്പ്രഷൻ കിട്ടി. ഇനി ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈക്ക് ഒരു നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1 പ്ലസ് 1 മൈനസ് 2 ഈക്വൽ ടു 0. സോ പുട്ട് y ഈക്വൽ ടു 1. സോ ദ എബോവ് ഇക്വേഷൻ f of y ഈക്വൽ ടു 0. Therefore y ഈക്വൽ ടു 1 ഈസ് എ സൊല്യൂഷൻ. Put y equal to 1 in equation. നമ്മളതിന് പേര് കൊടുത്തിട്ടില്ല, ഞാൻ അതിന് എന്ന് കൊടുക്കാൻ പോവാണ്. ഇൻ ഇക്വേഷൻ എ. ഇതാണ് ഇക്വേഷൻ എ. ഇനി ഇത് ഇക്വേഷന് y ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബിക്കംസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഓൾ സ്ക്വയർ. Right hand side is x square into 2y 2x square minus 4x y square plus 1 plus 1 2. So 2x square minus 4x plus 2 2x square minus 4x plus 2.
So this is 2 into x square minus 2x plus 1 or 2 into x minus 1 whole square. So we can write that x square plus 1 whole square minus 2 into x minus 1 whole square is equal to 0. ഇതിന് 2 എന്ന് പറഞ്ഞാൽ √2 സ്ക്വയർ ആണ്. നമുക്ക് അതിങ്ങളുടെ ഉള്ളിലേക്ക് വേണമെങ്കിൽ എടുക്കാം. സോ എക്സ് സ്ക്വയർ പ്ലസ് 1 ഓൾ സ്ക്വയർ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിനാണ്. 2 സ്ക്വയർ √2 ഒന്നിലെ ഒരു സ്റ്റെപ്പോടെ എഴുതാം ഇൻറ്റു എക്സ് മൈനസ് 1 ഓൾ സ്ക്വയർ ഈക്വൽ ടു 0. സോ എക്സ് സ്ക്വയർ പ്ലസ് 1 ഓൾ സ്ക്വയർ ഇൻ മൈനസ് √2x മൈനസ് √2 അത് ഉള്ളിലേക്ക് എടുത്തു ഈക്വൽ ടു 0. √2 രണ്ട് ടൈമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. √2x മൈനസ് √2 ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോമാണ്. സോ ദിസ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് √2x പ്ലസ് ബി √2x മൈനസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 minus √2x minus √2 equal to 0. So this is x square plus √2x plus 1 minus √2 into x square minus √2x plus 1 plus √2 equal to 0. അപ്പം നമുക്ക് രണ്ട് സൈഡിലും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. Now this can be solved using the formula minus b plus or minus. So this is minus √2 plus or minus b square is minus √2 square 2 square root of b square minus 4 into 1 minus √2 all divided by 2. ഇവിടെ വന്നത് √2 plus or minus b square is √2 square 2 minus 4 into 1 plus √2 all divided by 2. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിതിന് √2 പ്ലസ് ഓർ മൈനസ് 2 മൈനസ് 4 മൈനസ് √2 2 മൈനസ് 4 is minus 2 minus 4 into minus √2 plus 4 √2 here it is divided by 2 √2 plus or minus square root of 2 minus 4 minus 2 minus 2 √2 all divided by 2. minus √2 ഇല്ലേ സർ? എവിടെയാണ് minus √2 plus or minus? ഇവിടത്തെ ഫസ്റ്റ് വണ്ണിലല്ലേ ഒരു മൈനസ് മിസ്സായിട്ടുണ്ട്. ഇതല്ലേ വേറെ എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഇപ്പുറത്തെ എക്സ് എഴുതിയല്ലോ. അടുത്തതിൽ പ്ലസ് √2 തന്നെയല്ലേ വരിക? ശരി ശരി. എന്തെങ്കിലും ഉണ്ടേ പറയണേ. പ്രോബ്ലം ചെയ്തു വരുമ്പോൾ ഇതിന്റെ ലാസ്റ്റ് പാർട്ടിലൊക്കെ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. റൂട്ടുകളാകുമ്പോഴേ നമ്പേഴ്സ് പോലെയല്ല, ഒരു റാഡിക്കൽസ് ഉണ്ടെങ്കിൽ എറർ വരാൻ സാധ്യത കൂടുതലാണ്. സോ ദിസ് ഈസ് വി ക്യാൻ ടേക്ക് ഔട്ട് √2 ഫ്രം ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്ന് 2 ആണ് വെളിയിലേക്ക് എടുക്കുക. നമുക്ക് അതാദ്യം വെളിയിൽ എടുക്കാം. 2 വെളിയിലേക്ക് എടുത്തു കഴിയുമ്പോൾ ഇവിടെ √2 ഇൻറ്റു -1 പ്ലസ് 2 √2 2 √2 ഈസ് റൂട്ടിൽ മൊത്തം അല്ലെ 2 √2 തന്നെ എഴുതാം. 2 √2 ഡിവൈഡഡ് ബൈ 2 ഇവിടെ വരുമ്പോൾ √2 പ്ലസ് ഓർ മൈനസ്
റൂട്ട് ടു ഇൻറ്റു -1 ആണെങ്കിൽ -√2 എടുക്കാം. -√2 അപ്പോൾ ഇവിടെ +1 -√2 എന്ന് പറഞ്ഞാൽ എടുക്കുമ്പോൾ i ആണ്, റൂട്ടിൽ നിന്ന് വെളിയിൽ എടുക്കുമ്പോൾ, which is equal to √2 ± i√2 square root of 1 പ്ലസ് ഇവിടുത്തെ ഒരു 4√2 പോയിട്ട് ഇനി 2√2 ആയത്. ഇവിടെ 4√2 അല്ലായിരുന്നു, അവിടെ ഒന്നും വെളിയിലെടുത്തില്ലോ. സോ ദിസ് ഈസ് 2√2 സ്ക്വയർ റൂട്ട് ഓഫ് 2 വെളിയിലെടുത്തു, -2 വെളിയിലെടുത്തു, 1 പ്ലസ് 2√2 ഡിവൈഡഡ് ബൈ 2. ഇനി ഇത് ഈ രണ്ട് ടേമിൽ നിന്നും നമുക്ക് √2 കോമൺ ആയിട്ട് വെളിയിലേക്ക് എടുക്കാം. സോ √2 ഇൻറ്റു -1 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -1 പ്ലസ് 2√2 2. അപ്പോൾ ഇത് ക്യാൻസൽ ആയിട്ട് ഇവിടെ ഒരു √2 വരും. അടുത്തതിൽ വരുമ്പോൾ √2 വെളിയിലെടുക്കുമ്പോൾ 1 പ്ലസ് ഓർ മൈനസ് i ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 2√2 ഓൾ ഡിവൈഡഡ് ബൈ 2. 2 ഇൻറ്റു നിങ്ങൾ ക്യാൻസൽ ചെയ്യുമ്പോൾ √2. ഈ 2√2 എന്നുള്ളത് √8 ആണ്, അത് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. സിംപ്ലിഫൈഡ് വൺ ഒന്നുകൂടെ എഴുതാം. -1 പ്ലസ് ഓർ മൈനസ്, ഞാനിത് 2√2നെ √8 ടെക്സ്റ്റ് ബുക്ക് ആൻസർ ആയിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ഇത് √8 -1 ബൈ √2. അടുത്തത് 1 പ്ലസ് ഓർ മൈനസ് i √8 പ്ലസ് 1 ബൈ √2. ഇത് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ. ഒന്നാണ് ആദ്യം തൊട്ട് പറയാം. So our problem is solve x raised to 4 plus 4x minus 1 equal to 0 using Farada's method. അപ്പോൾ ഫെറാഡീസ് മെത്തേഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ എക്സ് റേസ് ടു 4 ഉള്ള ടൈമും എക്സ് ക്യൂബ് ഉള്ള ടൈമും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ടൈം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കും. സോ എക്സ് റേസ് ടു 4 ഇസ് ഈക്വൽ ടു 1 മൈനസ് 4x. സോ ഇനി നമ്മൾ ചെയ്യണത് റൈറ്റ് ഹാൻഡ് സൈഡ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് ടേംസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. ഫോർ ദാറ്റ് x² പ്ലസ് y ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് 4x. ഇനി നമ്മൾ ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്ത ടൈംസ് which is y square plus 2x²y. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള a പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്, അതിൽ എക്സ്ട്രാ ഉള്ള ടൈം നമുക്കിപ്പോൾ x⁴ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആഡ് ചെയ്തത് y² 2x²y അത് രണ്ടും എടുത്തു. ഇനി അതിൽ x² കോയഫിഷ്യന്റ് എക്സിന്റെ കോയഫിഷ്യന്റ് കോൺസ്റ്റന്റ് ആ രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. വിച്ച് ഇസ് ഈക്വൽ ടു x² ഇൻറ്റു 2y മൈനസ് 4x പ്ലസ് y² പ്ലസ് 1. Now RHS is a perfect square. To make RHS ആട്ടോ, to make RHS a perfect square, അല്ലെങ്കിൽ RHS is a perfect square if b² minus 4ac equal to 0. So minus 4 whole square minus 4 into 2y into y² plus 1 equal to 0, which implies minus 4 square 16 minus 8y cube minus 8y equal to 0. ഇനി അതിൽ നിന്ന് കോമൺ ടൈം -8 ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ y³ പ്ലസ് y മൈനസ് 2 ഈക്വൽ ടു 0. ഇനി അതിൽ y ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ f ഓഫ് y ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് y ഈക്വൽ ടു 1 ഈസ് എ സൊല്യൂഷൻ. ഇനി അതിൽ നമ്മൾ y ഈക്വൽ ടു 1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വി ഗോട്ട് x² പ്ലസ് 1 നമ്മുടെ ആദ്യത്തെ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. അവിടെ x² പ്ലസ് 1 വൈക്ക് പകരം 1 വന്നു. ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു x² ഇൻറ്റു 2y. 2 ഇൻറ്റു 1 ഈസ് 2, 2x² മൈനസ് 4x, y² പ്ലസ് 1 ഈസ് 1² പ്ലസ് 1 ഈക്വൽ ടു 2. സോ
x square plus 1 is equal to 2x square minus 4x plus 2, which we could write 2 into x square minus 2x plus 1 equal to 2 into x minus 1 all square. So x square plus 1 all square minus 2 into x minus 1 all square is equal to 0. So x square plus 1 all square minus root 2 all square into x minus 1 all square is equal to 0. So x square plus 1 all square in minus root 2x minus root 2 all square is equal to 0. ഇപ്പോൾ നമ്മൾ a plus b into a minus b ഫോമാറ്റ് ആയി. So x square plus 1 plus root 2x minus root 2 into x square plus 1 minus root 2x minus root 2 equal to 0. So x square plus root 2x plus 1 minus root 2 into x square minus root 2x plus 1 minus വരുമ്പോൾ പ്ലസ് ആവും 1 plus root 2 equal to 0. ഇനി ഇതിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ചിട്ട് ചെയ്തു. സോ മൈനസ് റൂട്ട് 2 പ്ലസ് ഓർ മൈനസ് 2 മൈനസ് 4 ഇൻറ്റു 1 മൈനസ് റൂട്ട് 2 ഓൾ ഡിവൈഡഡ് ബൈ 2. മറ്റേത് കഴിയുമ്പോൾ റൂട്ട് 2 പ്ലസ് ഓർ മൈനസ് 2 മൈനസ് 4 ഇൻറ്റു 1 പ്ലസ് റൂട്ട് 2 2 ആയിട്ട് തോന്നല്ലോ അല്ലേ, 1 പ്ലസ് റൂട്ട് 2 all divided by 2. So this is minus 2 plus or minus square root of minus 2 plus 4 root 2 by 2. അതിൽ നിന്ന് നമ്മൾ ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രമായിട്ട് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കണേ. അതിൽ നിന്ന് കോമൺ ആയിട്ട് നമ്മുടെ റൂട്ട് ടൈമിൽ നിന്ന് റൂട്ട് 2 കോമൺ ആയിട്ട് വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ റൂട്ട് 2 വെളിയിലെടുത്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളത് മൈനസ് 1 പ്ലസ് 2 റൂട്ട് 2 ബൈ 2. ഇനി അതിൽ നിന്ന് റൂട്ട് 2 ക്യാൻസൽ ചെയ്തു. സോ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് മൈനസ് 1 പ്ലസ് 2 റൂട്ട് 2. ആ 2 റൂട്ട് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 4 ആണ്. റൂട്ട് 4 ഇൻറ്റു റൂട്ട് 2 റൂട്ട് 8. സോ റൂട്ട് 8 മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 8 മൈനസ് 1 ഓൾ ഡിവൈഡ് ബൈ റൂട്ട് 2. ഇനി അതുപോലെ ഇവിടെ ചെയ്യുവാണെങ്കിൽ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് -2 മൈനസ് 4 റൂട്ട് 1. അപ്പോൾ അവിടുന്ന് വെളിയിലെടുക്കാവുന്ന ടൈം -2 ആണ്, വിച്ച് ഈസ് i റൂട്ട് 2. i റൂട്ട് 2 1 പ്ലസ് 2 റൂട്ട് 2. ഇനി റൂട്ട് 2 ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 1 പ്ലസ് ഓർ മൈനസ് i സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 2 റൂട്ട് 2 ആവും. ആ 2 റൂട്ട് 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇൻറ്റു 2 റൂട്ട് 8 പ്ലസ് 1. സോ 1 പ്ലസ് ഓർ മൈനസ് i ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് റൂട്ട് 8 പ്ലസ് 1 ബൈ റൂട്ട് 2. മറ്റേത് -1 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 8 മൈനസ് 1 ബൈ റൂട്ട് 2. ഇനി നെക്സ്റ്റ് പ്രോബ്ലം x raised to 4 minus 8x square plus 4x plus 3 equal to 0. ഇതും x ക്യൂബ് ഇല്ലാത്ത പ്രോബ്ലം ആണ്. x raised to 4 minus 8x square plus 4x plus 3 equal to 0. ഇപ്പം ആദ്യം ചെയ്ത പ്രോബ്ലം ആണ് ടെക്സ്റ്റിൽ വർക്ക്ഡ് ഔട്ട് പ്രോബ്ലം. ഇത് നിങ്ങളുടെ എക്സസൈസിലെ ഫസ്റ്റ് പ്രോബ്ലം ആണ്. അപ്പോൾ ഇത് രണ്ടും വരാൻ നല്ല എക്സാമിന് ഇടാൻ നല്ല ചാൻസ് ഉള്ള പ്രോബ്ലം ആണ്. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് എക്സ് റേസ് ടു 4ഉം എക്സ് ക്യൂബ് ഉള്ള ടൈം ഉണ്ടെങ്കിൽ അതും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ടൈം ഒക്കെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റുക. സോ എക്സ് റേസ് ടു 4 ഇസ് ഈക്വൽ ടു 8x സ്ക്വയർ മൈനസ് 4x മൈനസ് 3. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ആഡ് ചെയ്യുക, എക്സ് സ്ക്വയർ പ്ലസ് വൈ ഓൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 8x സ്ക്വയർ മൈനസ് 4x മൈനസ് 3. അടുത്ത ടൈം ആഡ് ചെയ്യേണ്ട ടൈം ഒന്ന് വൈ സ്ക്വയർ ആണ്, ഇവിടെ ഉള്ളത് എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടായിരുന്നു. ഇനി എക്സ്ട്രാ ആഡ് ചെയ്തത് എ സ്ക്വയർ ടൈം ഉണ്ട്, ബി സ്ക്വയർ ടൈം വൈ സ്ക്വയർ എന്നുള്ള ടൈം പ്ലസ് 2ab ടൈം 2x സ്ക്വയർ വൈ വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി എക്സ് സ്ക്വയറിൽ ഒന്നിച്ചെടുത്ത് എഴുതുക, എക്സ് സ്ക്വയർ ഇൻറ്റു 8 പ്ലസ് ഈ രണ്ട് ടൈമിലുണ്ട് എക്സ് 2y മൈനസ് 4x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 3. ഇനി RHS ഈസ് എ
perfect square if b square equal to 4ac or b square minus 4ac equal to 0. That is minus 4 all square minus 4 into a is 8 plus 2y, c is y square plus 3 equal to 0. Minus 4 into square 16. Ni 4 under 8 into y square is 8y square into 4. 30. Y square minus 3 അല്ലേ sir? Y square minus 3 ആണല്ലേ? ചെക്ക് ചെയ്യാം. Y square minus 3 ആയിരുന്നു. So this is 32 y square 8y square into 4. അടുത്തത് ഈ പാർട്ട് വേണമെങ്കിൽ ഇപ്പുറത്ത് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാം. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് 8y square 8 into 3 24 2y cube 2y into 3 minus 6y. ഇനി അതിനെയാണ് 4 വെച്ച് മൾട്ടിപ്ലൈ ഉണ്ട്. 32y square minus 24 into 4 മൈനസ് 4 ഞാനിപ്പോൾ കോമൺ ആയിട്ട് മൈനസ് വെളിയിലേക്ക് വെച്ചേക്കുവാണ്. 24 into 4 is minus 96 2y cube into 4 plus 8y cube 4 into minus 6y minus 24y equal to 0. നമ്മൾ ടേമിന് മൊത്തം ഒന്ന് നെഗറ്റീവ് ചെയ്തിട്ട് അപ്പോൾ മൈനസ് 8y അല്ലെങ്കിൽ ഒന്ന് എഴുതിയിട്ട് ചെയ്യാം. മൈനസ് 8y ക്യൂബ് മൈനസ് 32y സ്ക്വയർ മൈനസ് 24y പ്ലസ് 16 മൈനസ് 96 16 പ്ലസ് 96 പ്ലസ് 112 ഈക്വൽ ടു 0. അല്ല 96 പ്ലസ് 16 112 അല്ലേ? ഓക്കെ 112. സോ നമുക്ക് ഒന്നോടെ അതിന് ഇത് എഴുതുമ്പോൾ 8y ക്യൂബ് പ്ലസ് 32y സ്ക്വയർ പ്ലസ് 24y മൈനസ് 112 ഈക്വൽ ടു 0. കോമൺ ടേം 112ലും 4 ഉണ്ട്. സോ നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ 2y ക്യൂബ് പ്ലസ് 8y സ്ക്വയർ പ്ലസ് 6y 112 by 4 28 ആണോ 29 ആണോ അല്ലേ? minus 28 equal to 0. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് നോക്കുമ്പോൾ 1 നോക്കിക്കഴിഞ്ഞാൽ 28ൻ്റെ ഡിവൈസ് സൈസ് ആയിരിക്കും വൈയുടെ റൂട്ടാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത് ഈ ക്യൂബിക് ഇക്വേഷനിൽ. y ഈക്വൽ ടു 1 കൊടുത്തു കഴിയുമ്പോൾ 2 plus 8 plus 6 minus 28 not equal to 0. മൈനസ് 1 കൊടുത്താലും വലിയ വ്യത്യാസമൊന്നുമില്ല. y ഈക്വൽ ടു 2 കൊടുക്കുകയാണെങ്കിൽ 2 into 8 16 പ്ലസ് 2 into 2 cube is 16 plus 8 into y square 32 plus 12 minus 28 not equal to 0. പക്ഷെ ഇത് ഏതാണ്ടൊക്കെ അടുത്തോടെ വരുമായിരിക്കും മൈനസ് 2 കൊടുത്താൽ. minus 16 plus 32 plus 12 plus
12 അല്ല, -12 തന്നെയാണല്ലേ. -12 -28 എന്തോ ഒരു പ്രശ്നം പറ്റിയല്ലോ. ദിസ് ഈസ് +12. ഇവിടെയായിരുന്നു -12 വേണ്ടത്. (16 + 32 is 48). ഇവിടെ വരുന്നത് 12. ദിസ് ഈസ് 40. അപ്പം അതെന്താണേലും അല്ല, നോട്ട് ഈക്വൽ ടു 0 ആയിരുന്നു. ഇവിടെ -16 + 32 is 16. 16 + 12 is 28 - 28 equal to 0. So y equal to -2 is a root, is a solution of cubic equation. So substitute y equal to -2 in equation A. നമ്മൾ A എന്ന് പേര് കൊടുക്കണം. So this is equation A. So x square minus 2 all square is equal to x square ഉണ്ട്, x ഉണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. -2 കൊടുത്തു കഴിയുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ 8 + 2y, 8 + 2 × -2, 2 × -2 is 4. അപ്പോൾ 8 - 4 is 4x square, -4 × 2 is 4 × -4 × -2, which is +8. എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടേ പറയണേ. +y square -3, -2 all square -3, 4 - 3 is 1. So 4x square + 8 അല്ല, ഇവിടെ നമ്മൾ y ഒന്നും കൊടുക്കണ്ടല്ലോ. 4x square - 4x പ്ലസ് ഇവിടെ y ഇല്ല. സോ 4x square - 4x + 1, 4x square - 4x + 1. So this is equal to, this we could write 2x - 1 all square. എന്തെങ്കിലും ഒരെണ്ണുണ്ടോ? അവിടെ ഈ y 2 കൊടുക്കുമ്പോ y -2 ആണ് കൊടുക്കേണ്ടത്. അല്ല, y -2 കൊടുക്കുമ്പോ അവിടെ -12 അല്ലേ വരും? മിസ് തിരിച്ചല്ലേ എഴുതിയത്? എവിടെ -12? y -2 കൊടുക്കുമ്പോ -16 + 32 - 12 ഇങ്ങനെയല്ലേ വരും? -28. ഒരു മിനിറ്റ്. -16 y³ -16 വന്നു. 8 × 4 32 വന്നു, +6 × ഇവിടെ -12 അല്ലേ? അപ്പൊ ഏതാണ്? +2 ആണോ സൊല്യൂഷൻ? +2 കിട്ടില്ലല്ലോ. അങ്ങനെ നോക്കട്ടെ. y equal to -2 is the root എന്ന് എഴുതിയേച്ചേ. ഇല്ല, +2 0 അല്ലല്ലോ. എവിടെയെങ്കിലും എറർ ഉണ്ടോ നോക്കി. -8y³ -32y² ഇവിടെയാണ് എറർ വന്നത് അല്ലേ? +24y ആണല്ലേ? ഇത് +24y അല്ലേ? So this is +24y. നെക്സ്റ്റ് സ്റ്റെപ്പിൽ this is -24. കറക്റ്റ് അല്ലേന്ന് നോക്കണേ. സോ ദിസ് ഈസ്, ഞാനൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ അത് -2 എനിക്ക് നേരത്തെ കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് -2 പറഞ്ഞത്. -6y. സോ ഇവിടെ -6 വരും അല്ലേ? ദിസ് ഈസ് -6. ഇപ്പോൾ ശരിയാവണില്ലല്ലോ. 1-ന് എന്താണല്ലോ ആവില്ല. 2-ന് 16
പ്ലസ് 32 മൈനസ് 12 പ്ലസ് മൈനസ് 28. ഇതും ആവില്ലല്ലോ. മൈനസ് 16. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ആ മിസ് കറക്റ്റാ. ഇപ്പൊ കറക്റ്റ് അല്ലേ? സോ y ഈക്വൽ ടു -2 നമ്മുടെ ഇക്വേഷൻ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എക്സ് സ്ക്വയർ മൈനസ് 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x സ്ക്വയർ മൈനസ് 4x പ്ലസ് 1. സോ ദിസ് ഇസ് 2x minus 1 whole square. This we could write x square minus 2 whole square minus 2x minus 1 whole square is equal to 0. So a plus b into a minus b form. So x square minus 2 minus of 2x minus 1 into x square minus 2 minus of 2x, 1 is plus this is minus 2x minus 1, a plus b into a minus b is equal to 0. So this is x square plus 2x minus 3 into next one x square minus 2x minus 2 plus 1 minus 1 equal to 0. First one is sum minus 3 sum plus 2 product minus 3. So this is plus 3 into x minus 1. അടുത്തതില് this is x square minus 2x minus 1. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യണം. x ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ ഈസ് 4 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 1. സോ ദിസ് ഈസ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ 2. So this is x equal to 3 minus 3 1. Here it is 1 plus or minus നമുക്കിനി അതിൽ നിന്ന് ഒരു 2 മുകളിൽ നിന്ന് √4 plus 4 is √8. അതിൽ നിന്ന് ഒരു 4 വെളിയിലേക്ക് എടുക്കാം. √4 is 2 √2 all divided by 2 which is equal to 1 plus or minus √2. So therefore solution of given equation is x equal to 1 minus 3 1 plus or minus 1 minus 3 അല്ല ഇവിടെ ഓക്കെ 1 plus or minus √2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൊത്തം പറയാനുള്ള ടൈം ഇല്ല. അടുത്ത ക്ലാസ് നിങ്ങൾക്ക് തുടങ്ങാറായതുകൊണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പാർട്ട് വരെ y കണ്ടുപിടിക്കുന്നിടം വരെയുള്ളിടം നമുക്ക് ചെയ്യാം. ബാക്കിയുള്ളത് ആദ്യത്തെ വൈയുടെ ആ സ്റ്റെപ്പിലേക്ക് പോണ ഇക്വേഷൻ ഫോം ചെയ്യുന്നിടം വരെ. സോ ക്വസ്റ്റ്യൻ ഈസ് എക്സ് റേസ് ടു 4 പ്ലസ് 3x ക്യൂബ് മൈനസ് 2x സ്ക്വയർ മൈനസ് 10x മൈനസ് 12 ഈക്വൽ ടു 0. എക്സ് റേസ് ടു 4 പ്ലസ് 3x ക്യൂബ് minus 2x square minus 10x minus 12 equal to 0. നമ്മൾ ആദ്യം x raised to 4 3x cube ഉള്ള ഒരു സൈഡിൽ നിന്ന് വെച്ചു. plus 3x cube is equal to 2x square plus 10x plus 12. ഇനി നമ്മൾ ഇതിൽ ഇവിടെയാണ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കേണ്ടത്. സോ ദിസ് ഈസ് 3/2x. ഇതിൻ്റെ എക്സ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻറ്റ് ബൈ 2 പ്ലസ് സം y ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 10x പ്ലസ് 12. ഇനി നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എക്സ്ട്രാ ടേമുകൾ ഇപ്പം നമ്മൾക്ക് a പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയറിൽ a സ്ക്വയറും 2ab ആണ് ഉള്ളത്. ബി സ്ക്വയർ
9/4 x square plus y square plus 2ab ഉണ്ട് 2bc വേണം 2 into 3/2 is 2 into 3x into y 6xy ഇനി വേണ്ടത് 2ac so this is x square ആട്ടോ 2ac is 2x square y ഇവിടെ എന്തെങ്കിലും 2 into 3/2 വരുമ്പോൾ ഇവിടെ 6xy വരില്ലല്ലോ 3 this is 3xy നമ്മൾ ആഡ് ചെയ്യേണ്ട ടേംസ് ഇവിടെ a plus b plus c all സ്ക്വയറിൽ ഈ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് a plus b plus c all square is equal to a square plus b square plus c square plus 2ab plus 2bc plus 2ac ഇതിൽ a സ്ക്വയറും 2ab ആണ് നിങ്ങൾക്കുള്ളത് ബാക്കി ടേംസ് ഒക്കെ ആഡ് ചെയ്യണം അപ്പോൾ 3/2 x ന്റെ ഹോൾ സ്ക്വയർ 9/4 x സ്ക്വയർ y സ്ക്വയർ c സ്ക്വയർ is y സ്ക്വയർ 2ab 2 into 3/2 x into y which is 3/2 ലെ 2 കൂടെ വെച്ച് ക്യാൻസൽ ആവും 3xy പിന്നെ ഉള്ളത് 2ac 2x സ്ക്വയർ y ഇനി നിങ്ങൾ x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഒന്നിച്ചെടുക്കുക which is equal to 2 plus 9/4 plus y plus 2y plus 2y ഇനി x ന്റെ ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x into 10 plus 10x ഉണ്ട് പിന്നെ ഉള്ളത് 3xy അവിടെ ഒരു 3y ഉണ്ട് പ്ലസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് 12 പ്ലസ് y സ്ക്വയർ ഇതാണ് ഇക്വേഷൻ എ 29 അല്ലേ അപ്പൊ ബാക്കി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക b സ്ക്വയർ ഈക്വൽ ടു 4ac ചെയ്യുക